സിമ്പിളായിട്ട് ചെയ്യാം. അരച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മോര് കാച്ചിയതാണ്. ഇപ്പോൾ നമ്മൾ മോര് കാച്ചിയത് റെഡിയാണ്. വളരെ വേഗത്തിൽ ഒരു 5 മിനിറ്റ് താഴെ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സദ്യയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നോൺ വെജിൻ്റെ കൂട്ടത്തിലൊക്കെ ചോറ് കഴിക്കാനൊക്കെയായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോര് കാച്ചിയതാണ്. 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് തൈരാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാക്കറ്റോ അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കേണ്ട തൈരാണ് നമുക്ക് എടുക്കാം. അതിനുശേഷം 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നു. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് ഒഴിച്ച് ചേർത്ത ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പുളിക്കനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഒരു 3/4 സ്പൂണോളം ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് അതിൽ ഉപ്പ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ പുളികൾ കണക്കാക്കിയിട്ട് ഉപ്പ് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാറുണ്ട്. ഒരിക്കലും ഇത് തിളച്ച് പോകരുത്. തിളയ്ക്കുന്നതിന് മുമ്പ് വാങ്ങുകയും വേണം. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ചൂട് പിടിച്ച് വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി ഞാൻ അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ മോര് തയ്യാറാക്കിയിരിക്കുന്ന ശേഷം ചൂടായിട്ടുണ്ടെന്ന് വാങ്ങി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക. പാൻ ചൂടായ പാടെ ഏകദേശം 2 സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഒരു ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊച്ചുള്ളി ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഞാനവിടെ ഒരു കഷ്ണം സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിന് പുറമെ ഞാൻ ഒരു 2 വത്തലമുളകും കൂടെ ഞാനത് മുറിച്ചിട്ടിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം വെച്ചാൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടതൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു കളറിനും ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റ് വ്യത്യാസത്തിനും വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ചെറിയൊരു എരിവും ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ മോര് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന മോരിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് കാച്ചിയത് റെഡിയാണ്. നല്ല കൊഴുപ്പോടുകൂടെ തന്നെ ഉള്ള നല്ല മോരാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അരച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മോര് കാച്ചിയതാണ്. ഇപ്പോൾ നമ്മൾ മോര് കാച്ചിയത് റെഡിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളിത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അടുത്തൊരു ബെൽ ബട്ടൺ കൂടി അമർത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.